ഓക്കെ, ഇനി അടുത്തതായിട്ട് അക്കൗണ്ടിങ് കൺവെൻഷൻസ് അല്ലെങ്കിൽ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ ഡോക്ട്രീൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഇതൊക്കെ തിയറി ആയിട്ട് ചില കേസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ടോപ്പിക്സാണ്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ കൺവെൻഷൻസിൽ എന്താണ് കൺവെൻഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനറൽ റൂൾസ് ഓഫ് പ്രാക്ടീസാണ്. അതായത് അക്കൗണ്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതായത് അക്കൗണ്ട്സ് ചെയ്യുന്ന നേരത്തെ അക്കൗണ്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇത് ഗൈഡ്സാണ് മെയിനായിട്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൺവെൻഷൻ എന്താണെന്ന് വെച്ചാൽ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് നമുക്കറിയാം, അതായത് ഒരേ രീതിയിൽ സംഗതി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ചില ഏരിയാസിലൊക്കെ ഒന്നിൽ കൂടുതൽ രീതിയിൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാം. അപ്പോൾ ഏത് രീതിയാണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെ അക്കൗണ്ടൻറ്റ് വരുന്ന വർഷങ്ങളിലും അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയത്ത് അതേ രീതി തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അക്കൗണ്ടൻസിയിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്, ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡ് തന്നെ വരുന്ന സമയങ്ങളിലും അക്കൗണ്ടൻ്റ് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും ഏരിയയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മുതൽ ഇതുവരെയാണ്. ദിസ് മീൻസ് ദാറ്റ് ദി മെത്തേഡ്സ് അഡോപ്റ്റഡ് ഇൻ വൺ അക്കൗണ്ടിങ് ഇയർ ഷുഡ് ബി ഫോളോഡ് ഇയർ ആഫ്റ്റർ ഇയർ. ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നോട്ടായിട്ട് ചോദിക്കുകയാണ് എന്താണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ലൈന് മാത്രം എടുത്ത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. കൺവെൻഷൻസ് ഓഫ് കൺസർവേറ്റിസം. എന്താണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് നോക്കാം. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് പ്രൂഡൻസ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദി അക്കൗണ്ടൻറ്റ് ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഇൻകം ബട്ട് ഷുഡ് മേക്ക് പ്രൊവിഷൻ ഫോർ ഓൾ പോസിബിൾ ലോസസ്. അക്കൗണ്ടൻറ്റ് വരാൻ പോകുന്ന ലോസസിനുള്ള പ്രൊവിഷൻസ് ആണ് കണ്ടെത്തേണ്ടത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കണ്ടെത്തും, പക്ഷേ ഒരു പ്രൊവിഷൻ ഫോർ ഇൻകം ഒരിക്കലും അക്കൗണ്ടൻസിയിൽ നമ്മൾ എഴുതി വെക്കില്ല. അപ്പോൾ ഒരിക്കലും പ്രൂഡൻസ് എന്ന് വെച്ചാൽ വരാൻ പോകുന്നത് നഷ്ടമാണ് എന്നുള്ളൊരു തിരിച്ചറിവോട് കൂടിയിട്ടായിരിക്കണം അക്കൗണ്ടൻറ്റ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മുതൽ അല്ലെങ്കിൽ ഈ ഒരു ഡോക്ട്രീൻ ഓഫ് പ്രൂഡൻസ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് മുതൽ ഇതുവരെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്നത് കൺവെൻഷൻ ഓഫ് മെറ്റീരിയലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഓൺലി മെറ്റീരിയൽ ഓർ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ബിസിനസ് ആർ ടു ബി ഡിസ്ക്ലോസ്ഡ് ത്രൂ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ മെറ്റീരിയൽ ഫാക്ട്സ് ആയിരിക്കണം ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 4ാമത്തെ പോയിൻ്റ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷറാണ്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാ അക്കൗണ്ടിങ് ഫാക്ട്സും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ അവിടെ എഴുതിയിരിക്കുന്നത് ദി ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഇസ് ടു പ്രൊവൈഡ് ട്രൂ ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. ഹെൻസ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഷുഡ് ബി ഹോണസ്റ്റ് ആൻഡ് ഇൻഫർമേറ്റീവ്. ദേ ഷുഡ് നോട്ട് ബി മിസ്ലീഡിങ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് 4 കൺവെൻഷൻസ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ഒരു സൈഡിലേക്ക് നോക്കാം. അക്കൗണ്ടിങ് സിസ്റ്റംസ് ഓർ ബേസസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ സൈഡ് ഹെഡിങ്ങിൽ പറയുന്നത്. അപ്പോൾ അതിൽ 3 തരത്തിലാണ് അക്കൗണ്ടിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഒന്ന് ക്യാഷ് സിസ്റ്റം, ഒന്ന് മെർക്കൻഡൈൽ സിസ്റ്റം, ഒന്ന് ഹൈബ്രിഡ് അല്ലെങ്കിൽ മിക്സഡ് സിസ്റ്റം. അപ്പോൾ ക്യാഷും മെർക്കൻഡൈലുമാണ് പ്രധാനമായും പഠിക്കാനുള്ളത്. ഇത് രണ്ടിനും കൂടി ഒരു മിക്സാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്നത് മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ മിക്സഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ക്യാഷ് സിസ്റ്റത്തിൻ്റെയും അതേപോലെ മെർക്കൻഡൈൽ സിസ്റ്റത്തിൻ്റെയും ഒരു മിക്സ്ചറാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ അത് അത്രേ വരുന്നുള്ളൂ. ഇനി ക്യാഷ് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ദി സിസ്റ്റം ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ആക്ച്വൽ ക്യാഷ് റിസീറ്റ്സ് ആൻഡ് ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ്. ട്രാൻസാക്ഷൻസ് ആക്ച്വൽ ആയിട്ടുള്ള ക്യാഷ് പേയ്മെൻറ്റ്സും അതേപോലെ ക്യാഷ് റെസീറ്റ്സിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളൂ. അതാണ് ക്യാഷ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ നടന്നാൽ പോരാ, അതിൻ്റെ ക്യാഷ് ആയിട്ടുള്ള ഡീലിങ്സും കൂടി നടന്നെങ്കിൽ മാത്രമേ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇനി മെർക്കൻഡൈൽ സിസ്റ്റം അല്ലെങ്കിൽ അക്രൂവൽ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ദി സിസ്റ്റം ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ പീരീഡ് ആർ റെക്കോർഡ്. അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡ് നടന്നിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും വെദർ ക്യാഷ് പെയ്ഡ് ഓർ നോട്ട് അത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അവിടെയാണ് നമുക്കറിയാം
ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും അക്രൂഡ് ഇൻകംസും ഒക്കെ വരാൻ ചാൻസ് ഉള്ളത്. അതേപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസും പിന്നെ എന്താണ് പ്രീപെയ്ഡ് ഇൻകം ഒക്കെ വരുന്നത് ഈ ഒരു മെർക്കൻറ്റൈൽ സിസ്റ്റം അല്ലെങ്കിൽ അക്രൂഡ് സിസ്റ്റത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ 3 സിസ്റ്റമാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. പിന്നെ ചില ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്, അക്കൗണ്ടൻസിയിലെ ചില ഇമ്പോർട്ടൻറ്റ് ടേംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിലൊന്ന് എന്താണ് ക്യാപിറ്റൽ എന്നതാണ്. അപ്പോൾ ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദ ബിസിനസ് ഇസ് നോൺ ആസ് ക്യാപിറ്റൽ. ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് അത്, വെദർ ഇറ്റ് ഈസ് ഇൻ ക്യാഷ് ഓർ വെദർ ഇറ്റ് ഈസ് ഇൻ കൈൻഡ്. ക്യാഷ് ആയിട്ടും ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല അസറ്റായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അതൊക്കെ ക്യാപിറ്റലായിട്ട് വരുന്നതാണ്. അത് ഓണർ ഇൻവെസ്റ്റ് ചെയ്തതാണ് ക്യാപിറ്റൽ. ഇനി എന്താണ് ലയബിലിറ്റി എന്ന് വെച്ചാൽ, ലയബിലിറ്റി ഈസ് ദ ഡെപ്റ്റ്സ് ഓയിങ് ബൈ ബിസിനസ് ടു അതേഴ്സ് ഓർ ഔട്ട്സൈഡേഴ്സ്. അതായത് ഔട്ട്സൈഡേഴ്സിന് ബിസിനസ് കൊടുക്കാനുള്ള ക്യാഷാണ് എന്ത്, ക്യാഷ് അല്ലെങ്കിൽ ക്യാഷായിട്ടോ കൈൻഡായിട്ടോ കൊടുക്കാനുള്ള സംഗതിയാണ് ലയബിലിറ്റി എന്ന് വെച്ചാൽ. ഇക്വിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇക്വിറ്റി ഈസ് ദ ടോട്ടൽ ക്ലെയിം അഗെയിൻസ്റ്റ് അസെറ്റ്സ് ഓഫ് ദ ബിസിനസ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. അതായത് അസെറ്റ്സിന് പുറത്ത്, ബിസിനസ്സിൻ്റെ അസെറ്റ്സിന് പുറത്തുള്ള ആൾക്കാരുടെ അവകാശത്തെയാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണേഴ്സ് ഇക്വിറ്റിയാണ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസെറ്റ്സിൽ അതിൻ്റെ ഉടമയ്ക്കുള്ള അവകാശത്തെയാണ് ശരിക്കും ഇക്വിറ്റി എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞത് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ജനറലി ഓണേഴ്സ് ഇക്വിറ്റിയെ കുറിച്ചിട്ടാണ് അധികം അക്കൗണ്ടിങ്ങിൽ കാണുക. ഓക്കെ, ഡിഗ്രി ലെവലിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഓഫ് അക്കൗണ്ടൻസി എന്ന് വെച്ചാൽ. ഇനി അടുത്ത ഒരു പോയിൻ്റ് അസെറ്റ്സ് ആണ്. എന്താണ് അസെറ്റ്സ് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, എന്താണ് അസെറ്റ്സ്. അപ്പോൾ എന്താണ് അസെറ്റ്സ് എന്നുള്ളത് നോക്കാം. Assets are valuable things or properties owned by a business. The valuable things or properties which is owned by a business is known as assets. അപ്പോൾ ബിസിനസ്സിൻ്റെ കൈവശം വെച്ചിരിക്കുന്ന വാല്യുബിൾ തിങ്സ് ആണ് എന്ത്, അസെറ്റ്സ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി അടുത്തത് എക്സ്പെൻസ്. വാട്ട് ഈസ് എൻ എക്സ്പെൻസ്? എക്സ്പെൻസ് ഇസ് ദ എമൗണ്ട് സ്പെൻഡ് ഓൺ എനി ഐറ്റം ബൈ ദി ബിസിനസ് മാൻ ടു അക്വയർ ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ഇറ്റ്. എനി എമൗണ്ട് സ്പെൻഡ് ബൈ എ ബിസിനസ് മാൻ ടു അക്വയർ ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ഇറ്റ്. അവിടെയാണ് കീ വേർഡ് വരുന്നത്. Expense is something which we are paying or which you are making an expense to get benefits out of it. അതായത് ഒരു ചിലവ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ആൾക്ക് സാലറി കൊടുക്കുന്നത് അതൊരു എക്സ്പെൻസ് ആണ് ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട്. ബട്ട് ദ ബിസിനസ് ഈസ് സീക്കിംഗ് ബെനിഫിറ്റ് ഫ്രം ദാറ്റ് പേഴ്സൺ. അല്ലെ, അയാളുടെ സർവീസ് ബിസിനസ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഒരു എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കും. വെറുതെ കൊടുത്താൽ ഇറ്റ് ഈസ് നോട്ട് എൻ എക്സ്പെൻസ്, ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ ഡൊണേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ബെനിഫിറ്റിന് വേണ്ടി കൊടുക്കുന്ന ചിലവുകളാണെന്ത്, ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്പെൻസ്. Expense is some kind of a payment which we are seeking benefit out of it. Okay, ഇനി അടുത്തത് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ എന്താണ് എക്സ്പെൻഡിച്ചർ? മണി വാല്യൂ പെയ്ഡ് ഓർ പേയബിൾ ഫോർ അക്വയറിംഗ് ആൻ അസെറ്റ് ഓർ സർവീസ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. മണി വാല്യൂ പെയ്ഡ് ടു അക്വയർ എനി അസെറ്റ്. അപ്പോൾ അസെറ്റ് വാങ്ങുന്നതും അതേപോലെ സർവീസിനും കൊടുക്കുന്ന ചിലവുകളാണ് എക്സ്പെൻഡിച്ചർ എന്നത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് അക്കൗണ്ടിങ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അസെറ്റ് ആൻഡ് സർവീസ് ആണ് ഇവിടെ വരേണ്ട വേർഡ്. സോ ദ പേയ്മെൻറ്റ്സ് വിച്ച് യു ആർ മേക്കിംഗ് ടു അക്വയർ എൻ അസെറ്റ് ഓർ ടു ഗെറ്റ് എ സർവീസ് ഈസ് നോൺ ആസ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് റവന്യൂ ആണ്. റവന്യൂ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി എമൗണ്ട് റിയലൈസ്ഡ് ഓർ റിസീവബിൾ ഫ്രം ദി സെയിൽ ഓഫ് ഗുഡ്സ് ഓർ അസെറ്റ്സ് ഓർ ബോത്ത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ റെസീറ്റ്സ് ഓഫ് റെൻറ്റ്, കമ്മീഷൻ, ഡിസ്കൗണ്ട്, എക്സെട്ര. അപ്പോൾ എന്താണിത്? ഒന്നുകിൽ സെയിൽ, ഗുഡ്സ് വിറ്റ് കിട്ടുന്ന പൈസയാവാം, അല്ലെങ്കിൽ അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസയാകാം, അല്ലെങ്കിൽ കമ്മീഷനായിട്ടോ വല്ല റെൻ്റായിട്ടോ കിട്ടുന്ന പൈസയാവാം. എന്ത് പൈസയും ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് എ റവന്യൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റവന്യൂ കഴിഞ്ഞു. ഇനി ഇൻകമാണ്. അപ്പോൾ ഇൻകം റവന്യൂ ഒന്നല്ലേ എന്ന് തോന്നാം, പക്ഷേ ഇൻ അക്കൗണ്ടിങ് ടേംസ് ഇൻകം ഈസ് ഡിഫറെൻറ്റ് ഫ്രം റവന്യൂ. അപ്പോൾ എന്താണ് ഇൻകം എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. എക്സ്പെൻസിനെക്കാട്ടും കൂടുതൽ റവന്യൂ വരികയാണെങ്കിൽ ദെൻ യു ആർ ഗെറ്റിംഗ് ഇൻകം. അതായത് ഇപ്പോൾ സാധനം പർച്ചേസ് ചെയ്യുന്നു, അതിന് ചിലവ് വരുന്നു, സെയിൽ നടത്തുന്നു. അപ്പോൾ സെയിലിന് കിട്ടിയ എമൗണ്ട് പർച്ചേസ് ചെയ്ത എമൗണ്ടിനെക്കാട്ടി കൂടുമ്പോഴാണ് നമുക്ക് ഇൻകം വരുന്നത്. ആ ഇൻകത്തെ നമ്മൾ പ്രോഫിറ്റ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, സോ ഇൻകം ഇസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. അപ്പോൾ അത്രയാണ് ഇൻകത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ പറയുന്നത് ഗുഡ്സ് ആണ്. അപ്പോൾ എന്താണ് ഗുഡ്സ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വേർഡാണ് ഗുഡ്സ്. ദീസ് ആർ കമോഡിറ്റീസ്, ആർട്ടിക്കിൾസ്, പ്രൊഡക്ട്സ് ഓർ തിങ്സ്. അപ്പോൾ ദീസ് ആർ കമോഡിറ്റീസ് ഓർ തിങ്സ് എന്ന് എഴുതിയാൽ മതി. വിച്ച് ആർ എ ട്രേഡർ ഡീൽസ് വിച്ച്
ഇൻ വിച്ച് എ ട്രേഡർ ഡീൽസ് ഇൻ, ഒരു ട്രേഡർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് ഗുഡ്സ്. ഓക്കെ, ഗുഡ്സ് ആർ ഐറ്റംസ് വിച്ച് ആർ മെൻറ്റ് ഫോർ സെയിൽ. വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് ഗുഡ്സ് എന്ന് വെച്ചാൽ. ഇനി അടുത്തത് പർച്ചേസ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് റെഫേഴ്സ് ടു പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻ വിച്ച് ബിസിനസ് ഡീൽസ് ഇൻ ഫോർ ക്യാഷ് ഓർ ഓൺ ക്രെഡിറ്റ് ബേസിസ്. അപ്പോൾ എന്താണ് പർച്ചേസ്? എന്താണ് പർച്ചേസ് എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു പർച്ചേസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ പർച്ചേസ് എന്ന് വെച്ചാൽ പർച്ചേസ് ഓഫ് ഗുഡ്സിനെയാണ് ഇവിടെ പർച്ചേസ് ആയിട്ട് കണക്കാക്കുന്നത്. വിൽക്കാനായിട്ടൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിലേ അത് പർച്ചേസ് ആവുന്നുള്ളൂ. എസറ്റ് വാങ്ങുന്നത് പർച്ചേസ് ആയിട്ടല്ല അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിൽക്കാനായിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സ് ആണെന്ത് പർച്ചേസ്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് എന്ത് പർച്ചേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് സെയിലാണ്. ഇറ്റ് റെഫേഴ്സ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ഓർ ഓൺ ക്രെഡിറ്റ്. അതായത് ഗുഡ്സ് വിൽക്കുമ്പോഴാണ് അതിനെ സെയിലായിട്ട് പറയാം. അസറ്റൊക്കെ വിൽക്കുന്ന നേരത്തെ അതിന് സെയിലായിട്ടല്ല കണക്കാക്കുക. ഓക്കെ, പിന്നെ ടേൺ ഓവർ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ റിലേഷൻ ടു എനി സ്പെസിഫിക് പീരീഡ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേർഡാണ് ടേൺ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. ദി എമൗണ്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ റിലേഷൻ ടു എ സ്പെസിഫിക് പീരീഡ്. അപ്പോൾ ഒരു വർഷത്തെ ടേൺ ഓവർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം എത്ര ഐറ്റംസ് വിറ്റിട്ടുണ്ട് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് സ്റ്റോക്ക് എന്നുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കുക, സ്റ്റോക്ക് റെഫേഴ്സ് ടു ഗുഡ്സ് ലൈയിങ് അൺസോൾഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ എന്താണ് വിൽക്കപ്പെടാതെ കിടക്കുന്ന ഗുഡ്സിൻ്റെ പേരാണ് സ്റ്റോക്ക് എന്നുള്ളത്. ഇനി അടുത്തത് ഇൻവെൻട്രീസ് എന്താണെന്ന് വെച്ചാൽ ഇൻവെൻട്രീസ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് എപ്പോഴും അക്കൗണ്ടിങ്ങിൽ പറയുന്നതാണ് സ്റ്റോക്കും ഇൻവെൻട്രി ഒന്നാണ് എന്നുള്ളത്. സ്റ്റോക്ക് ഇൻവെൻട്രിയിൽ പെടുന്നൊരു ഐറ്റമാണ്. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയൊരു ടെർമിനോളജിയാണ്, എല്ലാത്തിനും കൂടി ഉൾക്കൊള്ളിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ ഇൻവെൻട്രിയിൽ എന്തൊക്കെ വരും? റോ മെറ്റീരിയൽസ് വരും. ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആവുന്ന നേരത്ത് അവിടെ വാങ്ങി വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ഇൻവെൻട്രിയിൽ പെടും. സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രിയിൽ പെടും. ഫിനിഷ്ഡ് ഗുഡ്സും സ്റ്റോക്കും ഇൻവെൻട്രിയിൽ പെടും. ഓക്കെ, സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സ്, അല്ലെങ്കിൽ എന്താണ് ഫിനിഷ്ഡ് ഫോം ഓഫ് ഗുഡ്, വിൽക്കാൻ പറ്റാത്ത സ്റ്റോക്ക് എന്താണ് കിടക്കുന്നതിനാണ് എന്ത് സ്റ്റോക്ക് എന്ന് പറയാം. ഇൻവെൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റോ മെറ്റീരിയലും സെമി ഫിനിഷ്ഡ് ഗുഡ്സും വരും. ഓക്കെ, ഇനി എന്താണ് ഡെപ്റ്റർ? ഡെപ്റ്റർ നമുക്കറിയാം, പേഴ്സൺ ഹു ഓ മണി ടു ദി ബിസിനസ്. അതായത് ബിസിനസ്സിന് കാശ് കൊടുക്കാനുള്ള ആൾ ഡെപ്റ്ററാണ്. ക്രെഡിറ്റർ ആരാന്ന് വെച്ചാൽ ക്രെഡിറ്റർ ആർ ദോസ് പേഴ്സൺസ് ടു ഹൂം ബിസിനസ് ഓസ് മണി. സോ ക്രെഡിറ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ടു ഹൂം ബിസിനസ് ഓസ് മണി. ഓസ് മണി മീൻസ് എന്താണ്? ബിസിനസ് ഹാസ് ടു ഗിവ് മണി ടു ദാറ്റ് പേഴ്സൺ വിച്ച് ഇസ് നോൺ ആസ് ക്രെഡിറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വേർഡ്സ്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. ബിസിനസ് ട്രാൻസാക്ഷൻസിനെ കുറിച്ചിട്ടാണ് ചെറിയ കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വി ആർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്, അതിൻ്റെ പേരാണ് അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ. അക്കൗണ്ടിംഗ് എന്നാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ട്രാൻസാക്ഷൻ ഈസ് എനി ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് മണിയാണ്. ഓക്കെ, ആക്ഷൻ പ്ലസ് മണി ഈസ് ഈക്വൽ ടു ട്രാൻസാക്ഷൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സംഗതിയാണ്. ട്രാൻസാക്ഷൻ ഈസ് ഈക്വൽ ടു ആക്ഷൻ പ്ലസ് മണി. സോ നമുക്ക് എങ്ങനെ അത് ട്രാൻസാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനി ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് മണി, അതായത് ക്യാഷ് ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്ത് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ആ ട്രാൻസാക്ഷനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ ഇവിടെ ദർ ആർ ടൈപ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അത് 3 തരം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, ഒന്ന് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്, ഒന്ന് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഒരു സാധനം വിൽക്കുന്നു, പൈസ അപ്പോൾ തന്നെ ലഭിക്കുന്നു, അതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങുന്നു, പൈസ കൊടുക്കുന്നു, ക്യാഷ് ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഓക്കെ, സോ വി വിൽ സെറ്റിൽ ദ ക്യാഷ് പേയ്മെൻറ്റ് ഓർ ക്യാഷ് റെസീറ്റ് ബൈ ദ ട്രാൻസാക്ഷൻ, ദാറ്റ് ഇസ് നോൺ ആസ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്യാഷ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സാധനം വിൽക്കുന്നു, നമുക്ക് ക്യാഷ് കടം പറയുന്നു, അയാൾ ബില്ല് തരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഈട് വെക്കുന്നോ ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഹീസ് നോട്ട് ഗിവിങ് അസ് ക്യാഷ്. അപ്പോൾ അയാൾ ഇങ്ങോട്ട് ക്യാഷ് തരുന്നില്ല എങ്കിൽ, കടം പറയുകയാണെങ്കിൽ അതെന്തായി? ക്രെഡിറ്റ് ട്രാൻസാക്ഷനായി. ഇനി നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ എന്താണ്? അവിടെ ഒരു പേയ്മെൻ്റ് ഇല്ല. നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ മെമ്പേഴ്സ് വരുന്നു, അവർ ഡൊണേഷൻ ചോദിക്കുന്നു. അവിടെ എന്താണ്, അതൊരു അതും ക്യാഷ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവരെന്താണ്, നമ്മളൊരു ബിസിനസ് സ്ഥാപനം ഒരു സമൂഹ സദ്യ നടത്തുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ അത് ഒരു തരത്തിലുള്ള ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല, അത് ഫ്രീ ആയിട്ട് അവരൊരു സന്തോഷത്തിന് ചെയ്യുന്നു. ഓക്കെ, അതൊരു നോൺ ക്യാഷ് ട്രാൻസാക്ഷനാണ്. അവിടെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് മണി.
കാശ് കൊടുക്കാനോ വാങ്ങാനോ ഒന്നുമില്ല, അതിന് ചിലവുണ്ടെങ്കിൽ പോലും അത് ഒരു എന്താണ് ക്യാഷോ അല്ലെങ്കിൽ ക്രെഡിറ്റോ ട്രാൻസാക്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ അല്ലെങ്കിൽ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ഒരിക്കലും എക്സാമിനേഷന് ചോദിക്കില്ല നിങ്ങളുടെ അടുത്ത്, ഞാനൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഓരോ എക്സാമ്പിൾസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹20,000. അപ്പോൾ അത് എന്ത് ട്രാൻസാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഒരാൾ, ഒരു വ്യക്തിയും ബിസിനസ്സും തമ്മിലാണ് അവിടെ ഈ ഇടപാടുള്ളത്. ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹7,500. 7,500 രൂപക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അത് എത്തരത്തിലുള്ള എന്ത് തരം ട്രാൻസാക്ഷൻ ആണ്? അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, സോൾഡ് ഗുഡ്സ് ഫോർ ₹5,000. 5,000 രൂപക്ക് ഗുഡ്സ് വിൽക്കുന്നു. അതും ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഇനി നാലാമത്തെ പോയിന്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജു ഫോർ ₹2,500. രാജുവിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മളതിനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. കാര്യം അതിനെ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ട് പരിഗണിക്കരുത്. രാജുവിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്, ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ട് അല്ല പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരാളെ പേര് പറയുകയാണെങ്കിൽ. ഇനി അടുത്ത ശ്രദ്ധിക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഷിജു ഫോർ ക്യാഷ്. അങ്ങനെ പറയുമ്പോൾ ഷിജുവിൻ്റെ പേരും പറഞ്ഞു, പിന്നെ ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഇനി സോൾഡ് ഗുഡ്സ് ടു അനിൽ ഫോർ ₹1,000 എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അവിടെ ക്യാഷിനെ പറ്റി പറയുന്നില്ല, വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അനിലിന് കടമായിട്ട് വിറ്റു എന്നതാണ് കണക്കാക്കേണ്ടത്. അടുത്തത് പെയ്ഡ് സാലറീസ് എന്ന് പറയുമ്പോൾ എന്താണ് 4,000 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അടുത്തത് റിസീവ്ഡ് കമ്മീഷൻ 500 എന്ന് പറയുമ്പോൾ അതും ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ആകെ 2 ക്രെഡിറ്റ് ട്രാൻസാക്ഷനേ വന്നിട്ടുള്ളൂ. ഒന്ന് രാജുവിൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയതിൻ്റെ ട്രാൻസാക്ഷനും പിന്നെ അനിലിന് സാധനം വിറ്റതിൻ്റെ ട്രാൻസാക്ഷനും. ഈ 2 ട്രാൻസാക്ഷൻ മാത്രമാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ വേണം അക്കൗണ്ട്സ് എഴുതുന്നതിന് മുൻപായിട്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ് ഒരു ഡബിൾ എൻട്രി സിസ്റ്റമാണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലല്ല നമ്മൾ അക്കൗണ്ടിങ് ചെയ്താൽ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ്. അപ്പോൾ എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് നോക്കാം. ഡബിൾ എൻട്രി സിസ്റ്റം ഇസ് ആസ് ഓൾഡ് ആസ് ബിസിനസ് ഇറ്റ് സെൽഫ്. അതായത് ബിസിനസ് ഉള്ള കാലത്തോളം ഈ ഡബിൾ എൻട്രി സിസ്റ്റം നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് എക്സിസ്റ്റഡ് സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ. നമുക്ക് ഓർമ്മ വെക്കുന്നതിന് മുൻപേ, അതായത് എന്നാണ് ഇത് തുടങ്ങിയത് എന്ന് കൃത്യമായിട്ട് അറിയില്ല. ബട്ട് ഇറ്റ് വാസ് ഇൻ 1494. അതായത് 15-ാം നൂറ്റാണ്ടിൽ, വളരെ പണ്ട് 15-ാം നൂറ്റാണ്ടിൽ ആണ് ഇതിൻ്റെ മോഡേൺ സിസ്റ്റം വരുന്നത്. അത് ഇറ്റലിയിലാണ് വരുന്നത്, വെനീസിലാണ് വരുന്നത്. അപ്പോൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഒരു നിർവചനം അവിടെ കൊടുത്തിട്ടില്ല, അവിടെ കൊടുത്തിട്ടുണ്ട്. ദ റിസീവിങ് ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഇസ് നോൺ ആസ് ഡെബിറ്റ് ആൻഡ് ഗിവിങ് ആസ്പെക്ട് ഇസ് നോൺ ആസ് ക്രെഡിറ്റ്. അതായത് ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒരു റിസീവർ ഉണ്ടാവും, ഒരു ഗിവറും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സെയിൽ ഉണ്ടാവും, ഒരു പർച്ചേസ് ഉണ്ടാവും. അങ്ങനെ അല്ല, സെയിൽ പർച്ചേസ് അല്ല, ഒരു സെയിൽ നടക്കും, അതിനൊരു നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടുമല്ലോ. അതേപോലെ ഒരു എക്സ്പെൻസ് ഉണ്ടാവും, അതിന് എന്താണ് നമ്മളെ കയ്യിൽ നിന്ന് ഒരു സാധനം ചിലവ് വരുന്നുണ്ടാവും, ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ടൊരു സംഗതി ചിലവ് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഒരു 2 ആസ്പെക്റ്റ് വരുന്നുണ്ട്. ഒരു ഗിവിങ് ആസ്പെക്റ്റ് വരുന്നുണ്ട്, ഒരു റിസീവിങ് ആസ്പെക്റ്റും വരുന്നുണ്ട്. അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റ് ഡെബിറ്റ് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ കണക്കിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും എന്നുള്ളത്. നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൽ ഒരു ട്രാൻസാക്ഷൻ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. മീനിങ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും മീനിങ് എന്താണ് എന്നുള്ളതാണ്. The word debit is derived from Latin word debitum, which means due for that. Okay. In short, receiving aspect of a transaction is known as debit. The word credit is derived from Latin word creder, which means due to that. അപ്പോൾ ഡ്യൂ ഫോർ ദാറ്റ്, അതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് എന്നതാണ് ഡെബിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രെഡിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി കൊടുക്കാനുള്ളത് എന്നാണ്. ഓക്കെ, അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റ് ആണ് ഡെബിറ്റ്, കിട്ടാനുള്ളതാണ് ഡെബിറ്റ്, കൊടുക്കുന്നതാണ് ക്രെഡിറ്റ്.
ഇൻ ഷോർട്ട് ദി ഗിവിംഗ് ആസ്പെക്ട് ഈസ് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് ക്രെഡിറ്റ്. അപ്പോൾ ഡെബിറ്റിനെ DR എന്നും ക്രെഡിറ്റിനെ CR എന്നുമാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് നിങ്ങളൊരു 4 എണ്ണെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു കംപ്ലീറ്റ് റെക്കോർഡാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൽ നടക്കുക. ഇൻകംപ്ലീറ്റ് അല്ല, അത് ഡെബിറ്റും ക്രെഡിറ്റും വന്ന ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് അത് എന്താണ്, സയൻറ്റിഫിക് സിസ്റ്റമാണ്. ഓക്കെ, മൂന്നാമത്തത് ഇൻ ഡബിൾ എൻട്രി സിസ്റ്റം ടോട്ടൽ ഡെബിറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്. ഹെൻസ് ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പയർഡ്. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. നാലാമത്തെ പോയിന്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ട്രയൽ ബാലൻസ് ട്രേഡർ ക്യാൻ പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൻ്റെ നിങ്ങൾ അഡ്വാൻറ്റേജസ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടൻസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് അക്കൗണ്ട് എന്ന് വെച്ചാൽ. അപ്പോൾ എന്താണ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ആൻ അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ആൻ അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലുള്ള ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ സമ്മറിയുടെ പേരാണ് അക്കൗണ്ട് എന്ന് വെച്ചാൽ. ഫോർ എക്സാമ്പിൾ, cash transactions will be summarized and accumulated in a separate account called cash account. അതായത് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് പ്രധാനമായിട്ടും ഉണ്ടാവുക എവിടെയാണ്? ക്യാഷ് അക്കൗണ്ടിലാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു സമ്മറൈസേഷനാണ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ആണെന്ത് നമ്മുടെ അക്കൗണ്ട് എന്ന് വെച്ചാൽ. അപ്പോൾ അത് എന്താണ് അക്കൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ലൈന് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, 2 മാർക്കിന് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഒരു സൈഡ് ഹെഡിങ് ആണ് ക്ലാസിഫിക്കേഷൻസ് ഓർ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ട്സിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിരുന്നു. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസെറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ ആ ഇക്വേഷനിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ എത്രയാണ്? അക്കൗണ്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് 5 categories. സോ അക്കൗണ്ട്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് 5 categories. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്താണ്? അസറ്റ് അക്കൗണ്ട് ആണ്. സെക്കൻഡ് ഈസ് ലയബിലിറ്റി അക്കൗണ്ട്. തേർഡ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. Then the next is revenue account and the last one is expense account. Okay, so accounts can be classified into 5 categories broadly in terms of accounting equation. So the first one is asset account, the second one is liability account, third one is capital account, and the fourth and fifth are revenue and expense account. അപ്പോൾ ഈ 5 categories ആയിട്ടാണ് അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ the accounts can also be classified in a different manner as given below. So in a different manner also you can classify accounts. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ the first one is റിയൽ അക്കൗണ്ട്. അപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി അസറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളാണെന്ത് റിയൽ അക്കൗണ്ട്. ഓക്കെ, ഇനി ദ നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണൽ അക്കൗണ്ട്സ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. ദീസ് ആർ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു പേഴ്സൺസ് വിത്ത് ഹൂം ബിസിനസ് ഡീൽസ്. അപ്പോൾ എന്തൊക്കെയാണ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ 3 types. അതായത് പേഴ്സണൽ അക്കൗണ്ട് 3 തരത്തിൽ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്. അപ്പോൾ നാച്ചുറൽ പേഴ്സൺ അക്കൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പേര്, ഇപ്പോൾ മിഥുൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ജോസഫ്സ് അക്കൗണ്ട്, ഒരു വ്യക്തിയുടെ പേര് വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ട്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് അധികം എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് ഒരാൾ കടം കൊടുക്കാൻ ഡെബ്റ്ററോ ക്രെഡിറ്ററോ അക്കൗണ്ട് നേരത്താണ് മെയിൻലി പേഴ്സണൽ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട്സിൽ അപ്പിയർ ചെയ്യുക. ഓക്കെ, ഈ ഡെബിറ്റുമായിട്ട് അല്ലെങ്കിൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പേഴ്സണൽ അക്കൗണ്ട് വരിക. ഓക്കെ, ഇനി സെക്കൻഡ് ആയിട്ട് പറയുന്ന ആർട്ടിഫിഷ്യൽ പേഴ്സൺ അക്കൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ.
ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് വരുമ്പോഴാണ് എന്ത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് വരിക. ഓക്കെ, ദീസ് ആർ അക്കൗണ്ട്സ് ഓഫ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ക്രിയേറ്റഡ് ബൈ ലോ. എക്സാമ്പിൾസ് ഫേംസ് അക്കൗണ്ട്, കമ്പനീസ് അക്കൗണ്ട്. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിലുള്ള അക്കൗണ്ടോ കമ്പനീസ് അക്കൗണ്ടോ ഒക്കെ എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ അത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ അക്കൗണ്ട് ആയിട്ട് വരും. ദ തേർഡ് വൺ ഈസ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്? ആൻ അക്കൗണ്ട് ഇൻഡയറക്ട്ലി റെപ്രസെൻറ്റിംഗ് എ പേഴ്സൺ ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ unknown as representative persons account. Outstanding expense account and outstanding incomes account etc are representative persons account. ഓക്കെ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് കടം കൊടുക്കാനുണ്ട് പറയുമ്പോൾ ആളെ പേര് പറയുന്നില്ലെങ്കിൽ അവിടെ എന്താണ് ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. അവിടെ ഒരു വ്യക്തിക്ക് കാശ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ വ്യക്തിക്കോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ കാശ് കൊടുക്കാനുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് എന്ത് നോമിനൽ അക്കൗണ്ട്സ്. അപ്പോൾ നോമിനൽ അക്കൗണ്ട്സ് ആർ ബേസിക്കലി ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. ചിലവും വരവുമാണ് മെയിൻലി എന്താണ് നോമിനൽ അക്കൗണ്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തരത്തിലും എന്താണ് അക്കൗണ്ട്സിനെ നമുക്ക് തരം തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത് നെക്സ്റ്റ് പേജിലാണ് വരുന്നത്. 2 അപ്രോച്ചസ് ഉണ്ട്, ഒന്ന് ഇംഗ്ലീഷ് അപ്രോച്ചും ഒന്ന് ട്രഡീഷണൽ അപ്രോച്ചും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് അപ്രോച്ചിലാണ് നമ്മൾ. Okay, the first approach is English approach. So in English approach, accounts are classified mainly into 3, which is real account, personal account and nominal account. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലീഷ് അപ്രോച്ചിൽ എന്ത് നമ്മുടെ അക്കൗണ്ടിങ് റൂൾ വരുന്നത്. ക്ലാസിഫൈ ചെയ്യുന്നത് റിയൽ, നോമിനൽ, പേഴ്സണൽ, ഈ 3 തരത്തിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം റിയൽ അക്കൗണ്ടിൽ എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്ട് കംസ് ഇൻ ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. സ്ഥാപനത്തിലേക്ക് എന്തൊക്കെയാണോ വരുന്നത് അതിനൊക്കെ ഡെബിറ്റ് ചെയ്യുക. അത് അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് റിയൽ അക്കൗണ്ട് വരിക. അപ്പോൾ നമ്മളൊരു ഫർണിച്ചർ വാങ്ങുന്നു, ഫർണിച്ചർ എന്ന അസറ്റ് കമ്പനിയിലേക്ക് വരുന്നു, അതുകൊണ്ട് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതുക. ഓക്കെ, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് നോർമലി നമ്മൾ എഴുതുക. അപ്പോൾ ഫർണിച്ചർ ഈസ് കമ്മിങ് ഇൻ ടു ദ ഓർഗനൈസേഷൻ, സോ വി ആർ ഡെബിറ്റിംഗ് ദ ഫർണിച്ചർ. ക്യാഷ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ, സോ വി ആർ ക്രെഡിറ്റിംഗ് ക്യാഷ്. ബോത്ത് ആർ റിയൽ അക്കൗണ്ട്സ്. രണ്ടും റിയൽ അക്കൗണ്ട് കാറ്റഗറിയിൽ വരുന്ന അക്കൗണ്ട്സ് ആണ്. അതാണ് റിയൽ അക്കൗണ്ട് റൂള് അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് അപ്രോച്ച്. പിന്നെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരാളെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാപനം ഒരു വ്യക്തിക്ക് കടം കൊടുത്തു. സോ ദ പേഴ്സൺ ഈസ് റിസീവിങ് ദ എമൗണ്ട് ആൻഡ് ദ ഓർഗനൈസേഷൻ ഈസ് ഗിവിങ് ദ എമൗണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? പേഴ്സൺ അക്കൗണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് മിസ്റ്റർ എക്സ് ആണെങ്കിൽ മിസ്റ്റർ എക്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എഴുതും. ക്യാഷ് പോയി ആർക്ക്? മിസ്റ്റർ എക്സിന്. ഇനി മിസ്റ്റർ എക്സ് അയാളുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അയാൾ എങ്ങനെ എഴുതുക? ഓർഗനൈസേഷൻ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ ക്യാഷ് തന്നിരിക്കുന്നു എന്ന് എഴുതും. അപ്പോൾ ക്യാഷ് കൊടുത്ത ദ ഗിവിംഗ് പേഴ്സൺ ഓർ ദ ഗിവിംഗ് അതോറിറ്റി ഓർ ദ ഗിവിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി ക്രെഡിറ്റഡ്, ദ റിസീവിംഗ് പേഴ്സൺ വിൽ ബി ഡെബിറ്റഡ്. അതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് നോമിനൽ അക്കൗണ്ട്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് റൂൾ എന്താണെന്ന് വെച്ചാൽ debit all expense and losses, debit all expense and losses, credit all incomes and gain. എല്ലാ എക്സ്പെൻസും ലോസിനും എന്ത് ചെയ്യുക? വി ഹാവ് ടു ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു എക്സ്പെൻസ് വരാണ്, ഒരു റെൻറ്റ് അടയ്ക്കുകയാണ്. സോ ദ അക്കൗണ്ട്സ് ഓർ ദ ജേണൽ എൻട്രി വിൽ ബി ലൈക്ക് റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി ഉണ്ടാവുക. അപ്പോൾ റെൻ്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് പോയി, കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ എക്സ്പെൻസ് കോൾഡ് റെൻറ്റ്. അതുകൊണ്ട് റെൻറ്റിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്പെൻസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. റെൻറ്റ് കൊണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു റെൻറ്റ് അക്കൗണ്ട് എഴുതുക. സോ ഇൻകംസ് വിൽ ബി ക്രെഡിറ്റഡ് ആൻഡ് എക്സ്പെൻസസ് വിൽ ബി ഡെബിറ്റഡ് ഇൻ കേസ് ഓഫ് നോമിനൽ അക്കൗണ്ട്. ഓക്കെ, അതാണ് ഇംഗ്ലീഷ് അപ്രോച്ചിൽ പറയുന്നത്. ഇനി American approach. According to American approach, the accounts is classified into asset, liability, capital, expense and revenue, which we have seen formally. അതായത് ആദ്യം തന്നെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ കണ്ടതാണ് എന്ത്? അക്കൗണ്ട്സിനെ 5 തരത്തിലാണ് അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് ഇക്വേഷൻ തരംതിരിച്ചിരിക്കുന്നത്. ആ ഒരു തരംതിരിവ് യൂസ് ചെയ്യുന്നത് അമേരിക്കൻ അപ്രോച്ചാണ്. രണ്ടാമത്തെ തരംതിരിവായിരുന്നു എന്ത്? റിയലും പേഴ്സണലും നോമിനലും. അത് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് അപ്രോച്ചിലാണ്. അപ്പോൾ ഇവിടെ ഓരോ ടൈപ്പ് ഓഫ് അക്കൗണ്ട്, ഇപ്പോൾ അസറ്റ്സ് ആണെങ്കിൽ ഇഫ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ അസറ്റ് ദെൻ യു ഷുഡ് ഡെബിറ്റ്
എസെറ്റ്. അതായത് ഫർണിച്ചർ വാങ്ങുന്ന പറയുമ്പോൾ ഫർണിച്ചറിന് ഇൻക്രീസ് ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ ഫർണിച്ചറിന് എന്ത് ചെയ്യണം? യു ഹാവ് ടു ബി ഡെബിറ്റിംഗ് ഫർണിച്ചർ. ഇനി ഡിക്രീസ് ഇൻ അസെറ്റ് ആണെങ്കിൽ യു ഹാവ് ടു ക്രെഡിറ്റ് ദ അസെറ്റ്. അസെറ്റ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, അസെറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ലയബിലിറ്റീസ്. ഇപ്പോൾ ലയബിലിറ്റീസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ increase in liabilities, if there is an increase in liability you have to credit it, and if there is an decrease in liability you have to debit it. ലയബിലിറ്റി വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക, ലയബിലിറ്റി കുറയുകയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുക. ദ തേർഡ് പോയിന്റ് ഇസ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റലിൻ്റെ കേസ് പറയുന്നത് ഇഫ് ദർ ഈസ് ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ യു ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. അത് ലയബിലിറ്റീൻ്റെ അതേ കേസാണ് വരിക, ലയബിലിറ്റീൻ്റെ സെയിം കേസാണ് ക്യാപിറ്റലിന് വരിക. ക്യാപിറ്റൽ വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പോയിന്റ് ഈസ് എക്സ്പെൻസസ് ഓർ ലോസസ്. എക്സ്പെൻസിൻ്റെ ലോസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ദെൻ യു ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്, ആൻഡ് ഇഫ് ദർ ഈസ് ഡിക്രീസ് യു ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. അതാണ് എക്സ്പെൻസിൻ്റെ പറഞ്ഞത്. ഇനി അടുത്ത പേജിലായിട്ടാണ് ഇൻകത്തിന്. അപ്പോൾ ഇവിടെ ഇൻകത്തിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ഇൻകം, ഇഫ് ദർ ഈസ് ഇൻക്രീസ് ഇൻ ഇൻകം ഓർ ഗെയിൻ യു ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ദ ഇൻകം, ആൻഡ് ഇഫ് ദർ ഈസ് ഡിക്രീസ് ഇൻ ഇൻകം ഓർ ഗെയിൻ യു ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. അപ്പോൾ നമ്മുടെ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ട് റൂള് പഠിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലാവും. ഓക്കെ, റിയൽ അക്കൗണ്ടിൻ്റെയും പേഴ്സണൽ അക്കൗണ്ടിൻ്റെയും നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് നമ്മൾ പഠിച്ചാൽ തന്നെ ഈ പറഞ്ഞ അമേരിക്കൻ അപ്രോച്ച് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു റൂൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്നും എക്സാമിനേഷന് ചോദിക്കില്ല, പക്ഷെ ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് ഇവിടെ പറയുന്നത് അക്കൗണ്ടിങ് സൈക്കിളാണ്, അക്കൗണ്ടിങ് പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ് പ്രോസസ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു, അതിനൊരു ബില്ലോ വൗച്ചർ ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ പോലും ആദ്യം തന്നെ ജേണൽ എഴുതി തുടങ്ങിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. ജേണലിൽ നിന്ന് പിന്നെ ഓരോ അക്കൗണ്ട്സിനെ അതിനെ ലെഡ്ജറിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതി വെക്കുന്നു. ലെഡ്ജറിൽ നിന്ന് നമ്മൾ അതിൻ്റെ ബാലൻസുകൾ എടുക്കുന്നു, അത് വെച്ച് ട്രയൽ ബാലൻസ്, പിന്നെ അതിൽ നിന്ന് മറ്റ് ലെഡ്ജേഴ്സ് ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പോലുള്ള അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നു. പിന്നെ അതിൽ നിന്ന് നമ്മൾ ബാലൻസ് ഷീറ്റ്, പിന്നെ അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഇക്വിറ്റി സ്റ്റേറ്റ്മെൻറ്റ്, ഈ വക സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നു. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് പ്രോസസ്സായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് വെച്ചാൽ, അപ്പോൾ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ജേണൽ ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ബാലൻസ് ഷീറ്റ് എന്ന് എഴുതിയാൽ മതി ചോദിക്കുകയാണെങ്കിൽ. അതായത് ജേണൽ, ലെഡ്ജർ, then we will be writing ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അങ്ങനെയാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനൊരു ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് ജേണലൈസിങ്, ജേണൽ എഴുതിക്കൊണ്ടാണ് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ വിൽ ബി പോസ്റ്റിംഗ് ദ ജേണൽസ്, ദെൻ വിൽ ബി ബാലൻസിങ് ലെഡ്ജേഴ്സ് ഓർ ദ പോസ്റ്റഡ് ജേണൽസ്. അതായത് ജേണൽ പോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ലെഡ്ജറിലേക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലെഡ്ജറിലേക്ക് എഴുതി കഴിഞ്ഞാൽ ദെൻ വിൽ ബി ബാലൻസിങ് ഈച്ച് അക്കൗണ്ട്സ്. Then after balancing each account we will be making trial balance, and after that we will be making trading and profit loss account, and after that we will be making the balance sheet. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. ആ ബാലൻസ് ഷീറ്റോട് കൂടിയിട്ട് ഏകദേശം അക്കൗണ്ട്സിൻ്റെ ഫുൾ സമ്മറൈസേഷൻ കഴിയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടിങ് കഴിയാണ്. പിന്നീട് അടുത്ത പീരീഡ് വരുമ്പോൾ വീണ്ടും പീരീഡ് വരുമ്പോഴല്ല ദിവസവും ജേണൽ എൻട്രീസും ലെഡ്ജർ പോസ്റ്റിങ്ങും നടക്കുന്നുണ്ട്. ഏറ്റവും അക്കൗണ്ട് പീരീഡ്സിൻ്റെ അവസാനമാണ് എന്ത് വരിക, നമ്മുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ അടുത്തതായിട്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ജേണൽ എൻട്രീസ് എന്ന് വെച്ചാൽ. അപ്പോൾ ജേണൽ എന്താണെന്ന് അറിയണം, ജേണൽ എൻട്രീസ് എന്താണെന്ന് അറിയണം, എങ്ങനെയാണ് ജേണൽ എൻട്രീസിലേക്ക് എൻട്രീസ് വരുത്തേണ്ടത് എന്ന് അറിയണം. അങ്ങനെ അറിഞ്ഞാൽ തന്നെ അക്കൗണ്ട്സിൻ്റെ ഏകദേശം 90% നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അക്കൗണ്ടിങ്ങിൻ്റെ 90% ജേണൽ എഴുതി തുടങ്ങിയാൽ തന്നെ, അല്ലെങ്കിൽ ജേണൽ എഴുതിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ മീനിങ് ഓഫ് ജേണൽ എന്താണ് എന്നതാണ്. ഓക്കെ, ദ വേർഡ് ജേണൽ ഈസ് derived from the French word jour, which means day. ജോർ എന്ന വേർഡിൽ നിന്നാണ് ജേണൽ തുടങ്ങുന്നത്. ജോർ എന്ന് വെച്ചാൽ എന്താണ്, ഡേ ആണ്. ഇത് ഫ്രഞ്ച് വേർഡാണ് ജേർ. ഓക്കെ, therefore journal means only record. അതായത് ദിവസവും ഉള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് ജേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ അതിനൊരു മീനിങ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജേണലിനെ പറ്റി എഴുതിയിരിക്കുന്നത്.
അപ്പോൾ ജേണലിൻ്റെ ഫോർമാറ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇതാണ് ജേണലിൻ്റെ ഫോർമാറ്റ്. ഒരു ഡേറ്റ് കോളം, ഒരു പെർട്ടിക്കുലേഴ്സ് കോളം, ഒരു LF കോളം, ഡെബിറ്റിനൊരു കോളം, ക്രെഡിറ്റിനൊരു കോളം. ഇത്രയും കോളംസാണ് ജേണലിൽ വരുന്നത്. ഓക്കെ, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇതാണ് ജേണലിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഫോർമാറ്റായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജേണൽ എൻട്രി വരയ്ക്കുമ്പോൾ ഇതേ ഫോർമാറ്റിലേ വരയ്ക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് ഫുള്ളായിട്ട് നമുക്ക് നഷ്ടപ്പെടും. ഫോർമാറ്റ് തെറ്റിച്ച് നമ്മൾ വരച്ചിട്ട് കാര്യമില്ല. ആദ്യം ഒരു ഡേറ്റ് കോളം വരയ്ക്കുക, പിന്നീട് അതിനെക്കാട്ടിയും നല്ല വീതിയിൽ വേണ്ടത് പെർട്ടിക്കുലേഴ്സ് കോളമാണ്. വളരെ ചെറിയൊരു വീതിയിലാണ് ശരിക്കും LF കോളം, ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷനാണ്. അത് പണ്ട് മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ കാലത്ത് യൂസ് ചെയ്യുന്നൊരു ചെറിയൊരു ഏരിയ ആണത്, ലെഡ്ജർ ഫോളിയോ എന്ന് വെച്ചാൽ. ഓക്കെ, ഏത് ലെഡ്ജറിൻ്റെ ഏത് പേജ് നമ്പറിലേക്കാണ് നമ്മുടെ ഓരോ ജേണലും പോസ്റ്റ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി അത് നമ്മൾ എഴുതി വെക്കും, മാനുവൽ അക്കൗണ്ടന്റ്മാർ എഴുതി വെക്കും. അങ്ങനെയായിരുന്നു ഈ ലെഡ്ജർ ഫോളിയോൻ്റെ ഒരു ആവശ്യം അന്നുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് ആവശ്യം വരുന്നത് എന്താണ്, ഫോർമാറ്റ് എഴുതുമ്പോൾ അത് നമ്മൾ ആദ്യമായിട്ട് എഴുതുന്ന നേരത്തെ അത് വരച്ച് വെക്കുക. പിന്നെ ഡെബിറ്റിനൊരു കോളം, അത് എമൗണ്ട് കോളാണ്. ക്രെഡിറ്റിനൊരു കോളം. അപ്പോൾ ഡെബിറ്റ് കിടക്കുന്ന അക്കൗണ്ടിന് ഉള്ള എമൗണ്ട് ഡെബിറ്റ് കോളത്തിൽ എഴുതുക, ക്രെഡിറ്റ് കിടക്കുന്ന അക്കൗണ്ടിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിൽ എഴുതുക. ഓക്കെ, ഇനി എന്താണ് ജേർണലൈസിംഗ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആണ്. ജേർണലിലേക്ക് റെക്കോർഡാണ് ചെയ്യുക, ലെഡ്ജറിലേക്ക് പോസ്റ്റുമാണ് ചെയ്യുക. അപ്പോൾ ജേർണലിൽ എടുത്തിട്ടാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ജേർണലൈസിംഗ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ ലൈൻ എഴുതിയാൽ മതി. എന്താണ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ ഈസ് നോൺ ആസ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഒബ്ജക്ട്സ് ഓഫ് ജേർണൽ. ജേർണലിൻ്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ജേർണലിൻ്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമായിട്ട്, അതായത് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ടു സിംപ്ലിഫൈ ലെഡ്ജർ. ലെഡ്ജറിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റായിട്ട് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ടു പ്രൊവൈഡ് എൻ ആഡ്വക്കേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് എൻട്രി ത്രൂ നറേഷൻ ഫ്രം ജേർണൽ ഇറ്റ് സെൽഫ്. അതായത് ഓരോ എൻട്രിക്കും ഒരു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നത് എന്ന് ഒരു നറേഷനും കൂടി എഴുതി വെച്ച് നമ്മൾ അവിടെ അതിനെ കുറച്ചും കൂടി ക്ലിയർ ആക്കുന്നുണ്ട് ഒരു ജേർണലിൽ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ടു എൻഷുവർ ഒബ്സർവൻസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. കൃത്യമായിട്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഒബ്സർവ് ചെയ്യുന്നുണ്ടോയെന്ന് കൂടി ജേർണൽ എൻട്രീസ് എഴുതിയിട്ട് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. നാലാമത്തെ പോയിന്റ് ടു ഹെൽപ്പ് ഇൻ സോൾവിങ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഡിസ്പ്യൂട്ട്സും ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ജേർണലിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ഒബ്ജക്ട്സ് ഓഫ് ജേർണൽ. ഇറ്റ് മീൻസ് അതിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഓക്കെ, ടാർഗറ്റ്സ് ഓഫ് ജേർണൽ. ഓക്കെ, ടാർഗറ്റ്സ് അല്ല, അതിൻ്റെ പേർപ്പസ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. എക്സാമ്പിൾ 3 അപ്പോൾ എന്താണ് എക്സാമ്പിൾ 3 പറയുന്നതെന്ന് വെച്ചാൽ ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ താഴെ കുറച്ച് ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് ജേർണലൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ഡേറ്റ് നോക്കി വെക്കുക, 2019 സെപ്റ്റംബർ 1. അതിൽ പറയുന്നത് കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് 80,000. 80,000 രൂപയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ 4-ാം തീയതിയാണ് നടക്കുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 5,000. മൂന്നാമത്തത് 8-ാം തീയതിയാണ് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ 6,000. 9-ാമത്തെ ഡേറ്റാണ് വരുന്നത്. അതിൽ പറയുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 4,000. 15-ആണ് ഡേറ്റ്. അതിൽ പറയുന്നത് ബോട്ട് ഗുഡ്സ് ഫ്രം മഹാദേവൻ ഫോർ ₹10,000. 17 ഡേറ്റ് വരുന്നത് സോൾഡ് ഗുഡ്സ് ടു ശ്യാം ഫോർ ക്യാഷ് 2,000. ഡേറ്റ് 20 പറയുന്നത് സോൾഡ് ഗുഡ്സ് ടു അനിൽ ഫോർ ₹3,000. പിന്നെ അടുത്ത ഡേറ്റ് എന്ന് വെച്ചാൽ 22-ആണ്. അത് പറയുന്നത് പെയ്ഡ് മാധവൻ ക്യാഷാണ് 5,000. അടുത്ത ഡേറ്റ് 23-ആണ്. പെയ്ഡ് ഫോർ സ്റ്റേഷനറി 200. 25 പറയുന്നത് പെയ്ഡ് ക്യാഷ് ഫ്രം റിസീവ്ഡ് ക്യാഷ് ഫ്രം അനിൽ 3,000. നെക്സ്റ്റ് 29 റിസീവ്ഡ് കമ്മീഷൻ 30. അടുത്ത ഡേറ്റ് 30 പെയ്ഡ് സാലറീസ് ടു അക്കൗണ്ടൻറ്റ് 2,000. അടുത്തത് 30 തന്നെ സെയിം ഡേറ്റ് പെയ്ഡ് റെൻറ്റ് ടു ലാൻഡ് ലോഡ് 1,500.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജേണലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും ജേണലാണ് നമുക്ക് എഴുതേണ്ടതായിട്ടുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ അശോക് ക്യാഷ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നായിരുന്നു ഫസ്റ്റ് ചോദ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എമൗണ്ട് പറഞ്ഞിരുന്നത് 80,000 ആണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അശോക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ അതിനെന്താണ് വരുന്നതെന്ന് വെച്ചാൽ ബിസിനസ്സിലേക്ക് അശോക് ക്യാഷ് കൊണ്ടുവരുന്നു. അശോക് ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവരുന്നു? ക്യാഷ് കൊണ്ടുവരുന്നു. അപ്പോൾ ബിസിനസ്സിനെ തനിച്ചൊരു എൻറ്റിറ്റി ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് പറയണ നേരത്ത് ഇവിടെ ക്യാഷ് ആണ് അശോക് കൊണ്ടുവരുന്നത്. അപ്പോൾ ബിസിനസ്സിന് അശോകിൻ്റെ പുറത്തൊരു ലയബിലിറ്റി വന്നു, ഒരു ബാധ്യത വന്നു. അങ്ങനെ ആ ഒരു ബാധ്യതേൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ക്യാപിറ്റൽ എന്ന് വെച്ചാൽ, അതായത് ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയുടെ അക്കൗണ്ടിൻ്റെ പേരാണ്. പൈസ ആവാം, അല്ലെങ്കിൽ കൈൻഡ് ആവാം, അതായത് അസറ്റ് ആവാം. അപ്പോൾ അതിൻ്റെ വാല്യൂവിൻ്റെ പേരാണ് എന്ത്? ക്യാപിറ്റൽ. ഓണർ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റിൻ്റെ വാല്യൂവിൻ്റെ പേരാണ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ. അപ്പോൾ ജനറലി അധികം ക്യാഷ് ആയിട്ടാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുക. വളരെ റെയർ ആയിട്ടായിരിക്കും ഓണർ ആദ്യം ഒരു അസറ്റ് വെച്ചുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ക്യാഷും ക്യാപിറ്റലും. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമ്മുടെ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പോൾ ക്യാഷ് റിയൽ അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നീട് വരുന്ന ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് റൂൾ ഉള്ളത്. മോഡേൺ അല്ല, നമ്മുടെ അമേരിക്കൻ റൂളിൽ. അപ്പോൾ ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ജേണൽ എൻട്രി ആയിട്ട് എഴുതിയിരിക്കുന്നത് ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചറും അസറ്റാണ്, ക്യാഷും അസറ്റാണ്. ഫർണിച്ചർ ഇൻക്രീസ് ആവുന്നു, ബിസിനസ്സിലേക്ക് വരുന്നു, അതുകൊണ്ട് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുന്നു. അമേരിക്കൻ റൂൾ പ്രകാരം ഇഫ് ആൻ അസറ്റ് ഈസ് ഇൻക്രീസിങ് യു ഹാവ് ടു ഡെബിറ്റ് ദാറ്റ് അസറ്റ്, ആൻഡ് ഇഫ് ആൻ അസറ്റ് ഈസ് ഡിക്രീസിങ് യു ഹാവ് ടു ക്രെഡിറ്റ് ദാറ്റ് അസറ്റ്. അങ്ങനെ പറയുന്ന നേരത്ത് ക്യാഷ് ഒരു അസറ്റാണ്, ക്യാഷ് കൊടുത്തിട്ടാണ് ഫർണിച്ചർ വാങ്ങുന്നത്. ക്യാഷ് ഈസ് ഗോയിങ് ഔട്ട് ആൻഡ് ഫർണിച്ചർ ഈസ് കമ്മിങ് ഇൻ ടു ദ ബിസിനസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്? ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുന്നു ആൻഡ് വി ആർ ക്രെഡിറ്റിംഗ് ക്യാഷ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ ജേണൽ എൻട്രി എന്താണ്? മൂന്നാമത്തെ ജേണൽ എൻട്രിക്ക് മുൻപായിട്ട് ഫർണിച്ചറിന് മുൻപായിട്ടൊരു ജേണൽ എൻട്രി ഉണ്ടായിരുന്നു, നമ്മൾ പറയാൻ വിട്ടുപോയത്. അതായത് ഇവിടെ പറയുന്നത് ആളെ പേരൊന്നും പറയുന്നില്ല, ക്യാഷ് കൊടുത്ത് പർച്ചേസ് നടത്തി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്, അല്ലേ? അപ്പോൾ പർച്ചേസ് എന്താണ്? ഗുഡ്സ് സ്ഥാപനത്തിലേക്ക് വരുന്നു. അപ്പോൾ പർച്ചേസ് എന്ന് വെച്ചാൽ വേണമെങ്കിൽ അതിനൊരു ചിലവായിട്ടും പരിഗണിക്കാം. കാരണം ഗുഡ്സ് ഒരു അസറ്റായിട്ടല്ല പരിഗണിക്കുക, അത് കറണ്ട് അസറ്റാണ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ പർച്ചേസ് എന്ന പ്രക്രിയ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ചിലവാണ്. അപ്പോൾ ഇഫ് എക്സ്പെൻസ് ഈസ് ഇൻക്രീസിങ് യു ഹാവ് ടു ഡെബിറ്റ് ദ എക്സ്പെൻസ് ആൻഡ് ക്യാഷ് ഇസ് ഗോയിങ് ഔട്ട് ഓഫ് ദ ബിസിനസ്, സോ വി ആർ ക്രെഡിറ്റിംഗ് ക്യാഷ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫർണിച്ചറിൻ്റെ ജേണൽ വന്നത്. പിന്നെ നമുക്ക് അടുത്ത ജേണൽ എൻട്രി നോക്കാം. അതിലെന്താ പറയുന്നത്? ക്യാഷ് സെയിൽസ് ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് വരുന്നു, നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ഗുഡ്സ് പുറത്തേക്ക് പോയി, അല്ലേ? അതൊരു ഇൻകമാണ്. സെയിൽസ് എന്ന് വെച്ചാൽ ഇൻകമാണ്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ആവുകയാണെങ്കിൽ യു ഹാവ് ടു ക്രെഡിറ്റ് ഇൻകം. അതേപോലെ ക്യാഷ് ഈസ് കമ്മിങ് ഇൻ ടു ദ ഓർഗനൈസേഷൻ, സോ അസറ്റ് ഈസ് ഇൻക്രീസിങ്, സോ വി ഹാവ് ടു ഡെബിറ്റ് ദ അസറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ജേണൽ എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് അറ്റ് ₹10,000 ടു മാധവൻ. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് പർച്ചേസാണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് ക്രെഡിറ്റ് പർച്ചേസാണ്. മാധവൻ്റെ കയ്യിൽ നിന്നും എന്താണ്? ഗുഡ്സ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുന്നു. പർച്ചേസിന് എപ്പോഴും ഡെബിറ്റാണ് ചെയ്യേണ്ടത്, സെയിൽസിന് എപ്പോഴും ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പർച്ചേസിന് ഡെബിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അവിടെ ക്യാഷ് വരും, ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ക്യാഷ് വരും, അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ വ്യക്തിയുടെ പേരാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി അടുത്തത്, ഇപ്പോൾ ഡേറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടെ എഴുതുക. ഡേറ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് പ്രോപ്പറായിട്ട് എഴുതാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു എന്താണ്? സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് സെയിൽസാണ് നടത്തുന്നത്. പിന്നെന്താ വരുന്നത്? അനിൽ അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അനിൽ സാധനം കടമായി വാങ്ങിക്കൊണ്ടുപോയി, അപ്പോൾ അനിൽ ഡെപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കേസ് പറയുമ്പോൾ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ്
ദ ഗിവർ. അനിൽ സാധനം വാങ്ങിക്കൊണ്ടുപോയി, അപ്പോൾ അനിലിനെ ഡെബിറ്റ് ചെയ്തു. സെയിൽസ് നടന്നു, അപ്പോൾ എന്താണ്, സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത ജേണൽ എൻട്രി മാധവൻ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അതായത് എന്താണ്, മാധവന് ക്യാഷ് പേ ചെയ്തു. അപ്പോൾ മാധവൻ ഇസ് ദ റിസീവർ ദർ. നമ്മൾ മാധവന് ക്യാഷ് കൊടുത്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ മാധവൻ ഇസ് ദ റിസീവർ ദർ ആൻഡ് വി ആർ ഗിവിങ് ഹിം ക്യാഷ്. സോ ക്യാഷ് ഇസ് ഗോയിങ് ഔട്ട് ഓഫ് ദ ബിസിനസ്. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ക്യാഷ്. നമ്മൾ എന്താണ്, ക്യാഷ് അപ്പം ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, സ്റ്റേഷനറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ആണ്. അപ്പോൾ സ്റ്റേഷനറി വാങ്ങി എന്നുള്ളതാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ എന്താണ് സ്റ്റേഷനറി വാങ്ങാമെന്ന് വെച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റേഷനറി എന്ന് വെച്ചാൽ അത് മൈന്യൂട്ടായ സാധനങ്ങളാണ്, നമ്മുടെ പെന്ന്, പേപ്പർ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അത് അസറ്റ്സ് അല്ല, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എക്സ്പെൻസ്. സ്റ്റേഷനറിനെ എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ജേണൽ എൻട്രി വരിക സ്റ്റേഷനറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇനി അടുത്ത എന്താണ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം അനിലാണ്. അനിലിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു അനിൽ അക്കൗണ്ടാണ് വരിക. ഇനി ലാസ്റ്റ് 3 ജേണൽ എൻട്രീസ് ആണ്. ഒന്ന് കമ്മീഷൻ റിസീവ് ചെയ്ത ജേണൽ എൻട്രിയാണ്. സോ ഹിയർ കമ്മീഷൻ ഇസ് എൻ ഇൻകം. കമ്മീഷൻ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഒരു ഇൻകമാണ്. അപ്പോൾ അവിടെ ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു കമ്മീഷൻ അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് സാലറി കൊടുത്തതിൻ്റെ ജേണൽ എൻട്രിയാണ് സാലറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. പിന്നെ എന്താണ്, റെൻറ്റ് പേ ചെയ്തതിൻ്റെ ജേണൽ എൻട്രിയാണ് റെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ സാലറി, റെൻറ്റ് ഇവിടെ എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് വരുന്ന നേരത്തെ തന്നെ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. കമ്മീഷൻ ഇവിടെ ഇൻകമാണ്. കാര്യം റിസീവ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇൻകമാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു കമ്മീഷൻ അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ജേണൽ എൻട്രി ചെയ്തേണ്ടത്. അപ്പോൾ ബേസിക്കായി ജേണൽ എൻട്രി നമ്മളോട് ചെറിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഏത് അത്രയും ലെങ്തി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല, ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല. അത് 4-5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്നും എസ്സേയിലേക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജേണൽ എൻട്രീസിൻ്റെ പോയിന്റ് വരുന്നത്. അപ്പോൾ അടുത്ത ഭാഗത്ത് നമുക്ക് ലെഡ്ജർ പിന്നെ ട്രയൽ ബാലൻസ് ഒന്ന് പരിശോധിക്കാം. ഓക്കെ.